എല്ലാവർക്കും നമസ്കാരം. കുൽഗാവ് ബദ്ലാപൂർ മലയാളി സമാജത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എല്ലാ മാസവും സമാജത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അപ്ഡേറ്റ് ചെയ്യാനും പുതിയ തീരുമാനങ്ങൾ നിങ്ങളെ അറിയിക്കാനും വേണ്ടിയാണ് എല്ലാ മാസവും മുടങ്ങാതെ ഈ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഫെബ്രുവരി മാസത്തിലെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ശിവരാത്രിയാണ്. ആദ്യമായി എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ നേരുന്നു. പിന്നെ നമ്മളെല്ലാ പ്രാവശ്യവും വീഡിയോ തുടങ്ങുന്നത് മരിച്ചുപോയവരെ ഓർത്തുകൊണ്ടാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു മാസം കഴിഞ്ഞ വീഡിയോ ഇട്ടതിന് ശേഷം ആരും തന്നെ നമ്മൾ വിട്ടുപോയിട്ടില്ല. ചരമവാർത്തകൾ അതുകൊണ്ടൊന്നും തന്നെ ഇല്ല. ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കാം. അപ്പോൾ നമ്മളുടെ കഴിഞ്ഞ ജനുവരി വീഡിയോ നമ്മൾ അപ്ഡേറ്റ് തന്നതിന് ശേഷം ഈ ഒരു മാസക്കാലം നമ്മൾ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആദ്യം നമുക്ക് സംസാരിക്കാം. അപ്പോൾ ആദ്യം പറയാനുള്ളത് നമ്മുടെ കുടുംബസംഗമം തന്നെയാണ്. കുടുംബസംഗമം നമ്മൾ വെസ്റ്റിൽ അവസാനത്തെ കുടുംബസംഗമമായിരുന്നു രമേശ് വാടി ബദ്ലാപൂർ ഗാവ് ഏരിയയിലേത്. അതിപ്പോൾ ഈ ഒരു കഴിഞ്ഞ മാസത്തിനുള്ളിൽ നമ്മൾ നടത്തി. അപ്പോൾ നല്ലൊരു പാർട്ടിസിപ്പേഷൻ അവിടെയും ഉണ്ടായി. ഏകദേശം 25 കുടുംബങ്ങളിൽ നിന്നായി 66 പേരാണ് നമുക്ക് ആ പരിപാടിയിലേക്ക് രജിസ്റ്റർ ചെയ്തത്. അതിൽ 55 പേര് വന്നു. 2-3 കുടുംബങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. മാത്രമല്ല പുറത്തുനിന്ന് സഹകരിക്കാൻ നമ്മൾ 5-6 വളണ്ടിയർമാർ ആ ഏരിയക്ക് പുറത്തുള്ളവരും ഉണ്ടായിരുന്നു. പിന്നെ എല്ലാ പ്രാവശ്യത്തെയും പോലെ നമ്മളെ ഈ പ്രാവശ്യവും ഭക്ഷണവും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരുന്നു. അതുപോലെ MLA സാറും നമ്മളെ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിക്കാൻ ആ സമയത്ത് അവിടെ എത്തി. നമുക്ക് വീഡിയോ ഇപ്രാവശ്യം റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ ഇടാനൊന്നും സാധിച്ചില്ല. ഒന്നാമത് നമുക്ക് നല്ലൊരു ക്യാമറമാൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു 1.5 മണിക്കൂർ കരണ്ടും പോയിരുന്നു. അപ്പോൾ കരണ്ട് ഇല്ലാതപ്പോൾ നമ്മൾ എല്ലാവരും മൊബൈലൊക്കെ അടിച്ചു പിടിച്ചിട്ടാണ് നമ്മൾ ആ പരിപാടി നടത്തിയത്. അതും ഒരു വെറൈറ്റി അനുഭവമായിരുന്നു. ഇരുട്ടത്ത് എല്ലാവരും മൊബൈൽ കത്തിച്ച് ആ ഒരു സൈലന്റ് അറ്റ്മോസ്ഫിയറുള്ള ഒരു പരിപാടിയും ഒരു പ്രത്യേക ഫീലായിരുന്നു. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ നടന്നു. അവിടെ നമ്മൾ രമേശ് വാടി ബദ്ലാപൂർ ഗാവ് കുടുംബത്തിൻ്റെ ക്യാപ്റ്റന്മാരെയും നമ്മൾ ആ പരിപാടിയിൽ വെച്ച് തന്നെ തിരഞ്ഞെടുത്തു. നമ്മുടെ സമാജം അംഗമായ പുതുതായി അംഗത്വമെടുത്ത ഉദയകുമാർ ആണ് മുതിർന്നവരിലെ പുരുഷന്മാരുടെ ക്യാപ്റ്റൻ. അതുപോലെ സ്ത്രീകളുടെ ക്യാപ്റ്റനായി വിനോദ് രാജേന്ദ്രന്റെ ഭാര്യ റെനിയെയും തിരഞ്ഞെടുത്തു. പിന്നെ യുവാക്കളിൽ നമ്മുടെ നന്ദകുമാർ ചേട്ടൻ അമ്മു സ്റ്റോർ വെസ്റ്റിൽ മലയാളിക്കട നടത്തുന്ന നന്ദകുമാർ ചേട്ടന്റെ മകൾ നിവേദിതയും, അതുപോലെ സുശീല എടോളി ചേച്ചിയുടെ മകൻ ഋഷിക്കും ആണ് യൂത്തിന്റെ ക്യാപ്റ്റൻസായി തിരഞ്ഞെടുത്തത്. പിന്നെ ഒരു അപ്ഡേറ്റ്, നമ്മൾ ഓരോ കുടുംബസംഗമം കഴിയുന്തോറും നമ്മൾ അതിൻ്റെ നടത്തിപ്പിനെ കുറിച്ച് നമ്മളുടെ അനുഭവ സമ്പത്ത് കൂടിക്കൊണ്ടുവരുന്നതുകൊണ്ട് എല്ലാം ഓരോ കഴിയുന്തോറും നമ്മളത് കൂടുതൽ പെർഫെക്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ബേലവലി മാഞ്ചേരിയിൽ നമ്മൾ ക്യാപ്റ്റന്മാരെ നമുക്ക് അന്ന് തിരഞ്ഞെടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അതിനുശേഷം ഇപ്പോൾ അവർ ബേലവലി മാഞ്ചേരി കുടുംബസംഗമത്തിലെ ആ ഒരു കുടുംബത്തിന്റെ ക്യാപ്റ്റന്മാരെ തിരഞ്ഞെടുത്തു. അപ്പോൾ പുരുഷന്മാരിൽ രാകേഷ് അയ്യർ നമ്മുടെ മെമ്പറാണ്. അതുപോലെ രാകേഷ് അയ്യരുടെ അച്ഛനാണ് മെമ്പർ. അതുപോലെ പിന്നെ സ്ത്രീകളിൽ പ്രഭചേച്ചിയാണ് ക്യാപ്റ്റന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ടത്. പ്രഭചേച്ചി സന്തോഷ് ചേട്ടന്റെ ഭാര്യയാണ്. സന്തോഷ് ചേട്ടൻ നമ്മുടെ അംഗമാണ്. വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ നടത്തിയ സ്റ്റുഡൻസ് കൗൺസിലിങ്ങിനെ കുറിച്ചാണ്. സ്റ്റുഡൻസ് കൗൺസിലിംഗ് എന്ന് ഉദ്ദേശിച്ചത് സ്റ്റുഡൻസിന് മാത്രമല്ല പേരൻസിനും കൂടി വേണ്ടിയിട്ടാണ്. അതായത് ഈ പരീക്ഷ എടുക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ബോർഡ് എക്സാം അടുത്ത ഈ സമയത്ത് കുട്ടികളും രക്ഷിതാക്കളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു മാനസിക സംഘർഷം വളരെ വലുതാണ്. അപ്പോൾ അതിനെ ലഘൂകരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു കൗൺസിലിംഗ് അറേഞ്ച് ചെയ്തത്. അതിനായി നമ്മൾ കേരള സർക്കാരിൻ്റെ തന്നെ പ്രൊഫഷണൽ കൗൺസിലറായ സൈക്കോളജിസ്റ്റ് നിവേദിത മേനോൻ എന്ന നിവേദിതയെ ബന്ധപ്പെടുകയും നിവേദിതയാണ് നമുക്ക് ഈ സെഷൻ കണ്ടക്ട് ചെയ്തത്. വളരെ യൂസ്ഫുൾ ആയിരുന്നു. എനിക്ക് പോലും വളരെ ഐ ഓപ്പണിംഗ് ആയിരുന്നു ആ സെഷൻ. പല കാര്യങ്ങളും ഞാനും മനസ്സിലാക്കിയത്, ഞാനും അറിയാതെ എൻ്റെ മക്കളോട് ചെയ്യുന്ന ഒരു തെറ്റ് മനസ്സിലാക്കാൻ ആ സെഷൻ ഉപകരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ സെഷൻ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് മുഴുവനും. അത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആ സെഷനിൽ പങ്കെടുത്തില്ലെങ്കിൽ ഇതേ ചാനലിൽ തന്നെ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ആ യൂട്യൂബ് വീഡിയോ കാണാം. അത് കാണുക. എന്തെങ്കിലും പുതിയൊരു മക്കളെ
മക്കളെയും മക്കളുടെ പഠിത്തവും എങ്ങനെ മാനേജ് ചെയ്യണം, നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ എങ്ങനെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നല്ലൊരു അനുഭവമായിരിക്കും, നല്ലൊരു ഇൻസൈറ്റ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തരും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മൾ നടത്തിയൊരു കാര്യം, സോഷ്യൽ ആക്ഷൻ ഫോഴ്സ് സാഫിൻ്റെ ഒരു മീറ്റിംഗ് നടത്തി. കാരണം നമ്മൾ സോഷ്യൽ ആക്ഷൻ ഫോഴ്സ് മലയാളികൾക്ക് അത്യന്താപേക്ഷിത ഘട്ടത്തിൽ സഹായം എത്തിക്കാനായി ഉണ്ടാക്കിയ ഒരു ഫോഴ്സാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അപ്പോൾ അത് പ്രവർത്തനങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് മുരടിച്ചു പോകും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ സാഫിൻ്റെ ഒരു പ്രത്യേക മീറ്റിംഗ് വിളിച്ച് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളൊരു ലക്ഷ്യത്തിൽ അത് ആ ഒരു രീതിയിൽ പ്രവർത്തിക്കാൻ നമ്മൾ തീരുമാനിച്ചത്. അപ്പോൾ അതിനുവേണ്ടി ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചു. അതിൽ 10-20 പേര് പങ്കെടുത്തു. കുറേ പേർക്ക് വരാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയിച്ചു. അപ്പോൾ ഇനി ആ വളണ്ടിയർമാരായി ശരിക്കും മുന്നോട്ട് വരാൻ താല്പര്യമുള്ളവർക്ക് നമ്മളൊരു ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി കൊടുക്കും. എന്നിട്ട് എല്ലാ മാസവും ഒരു ആക്ടിവിറ്റി എങ്കിലും നമ്മൾ സോഷ്യൽ ആക്ഷൻ ഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതെന്തൊക്കെ ചെയ്യുന്നുള്ളത് നമ്മൾ ഓരോ കാര്യങ്ങൾ നമുക്ക് ഗ്രൂപ്പിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. പിന്നെ ഒരു സന്തോഷ വാർത്ത, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് 400 കടന്നു. 400 നമുക്ക് മിനിമം ഒരു 1000 കടക്കാനെങ്കിലും സാധിക്കണം ഈ വർഷാവസാനം കൊണ്ട്. അപ്പോൾ 1000-ലധികം മലയാളികളൊക്കെ എന്തായാലും ബദ്ലാപൂരിലുണ്ട് എന്ന് വളരെ ഉറപ്പാണ്. അപ്പോൾ അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ്. നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ബദ്ലാപൂരിലുണ്ട് പക്ഷേ ഈ ഗ്രൂപ്പിൽ ഇല്ലെങ്കിൽ ഒന്ന് ഈ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുക. ഇപ്പം തന്നെ അത് നോക്കിക്കോളൂ. നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങൾ ട്രെയിനിൽ നിന്ന് പരിചയപ്പെടുന്നതാവും, അവിടെ നിന്ന് പരിചയപ്പെടുന്നതാവും. അപ്പോൾ നമുക്ക് എല്ലാവരെയും ഇതിൽ എത്തിക്കുക എന്നുള്ളതാണ്. എന്നാൽ നമുക്കൊരാവശ്യം വരുമ്പോൾ എല്ലാവരെയും കൂടെ നിർത്തി നമുക്കത് ചെയ്യാനും മറ്റും സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു നേരനുഭവം നമ്മുടെ മുന്നിൽ ഇപ്പോൾ കിടക്കുന്നുണ്ട്. ആ വിഷയത്തിലേക്ക് ഞാൻ അവസാന ഭാഗത്തോട്ട് ആകുമ്പോൾ കിടക്കാം. അതുകൊണ്ട് നിങ്ങൾ വൈകാതെ തന്നെ എല്ലാ നിങ്ങളുടെ പരിചയക്കാരെയും, ബദ്ലാപൂരിലുള്ള എല്ലാ നിങ്ങളുടെ പരിചയക്കാരെയും മലയാളികളെയും ഈ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. പിന്നെ മലയാളം മിഷന്റെ നേതൃത്വത്തിൽ നമ്മൾ നടത്തിയ ചില പ്രവർത്തനങ്ങളെ കുറിച്ചാണ് പറയാനുള്ളത്. നമ്മൾ റിപ്പബ്ലിക് ദിനത്തിന് മലയാളം മിഷൻ മുംബൈ ചാപ്റ്റർ വിവിധ പരിപാടികൾ അവതരിപ്പിക്കാനുള്ള അവസരം മലയാളം മിഷൻ കുട്ടികൾക്കും അതുപോലെ ടീച്ചേഴ്സിനും തന്നിരുന്നു. അപ്പോൾ പ്രസംഗം, അതുപോലെ കവിത, അതുപോലെ ഈ സ്വാതന്ത്ര്യദിനത്തെക്കുറിച്ചുള്ള കുറിപ്പുകൾ, അതൊക്കെയാണ് അതിലുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ സമാജത്തിൽ നിന്നും 5 കുട്ടികൾ പരിപാടി അവതരിപ്പിച്ചു. ഒരു മേഖലയ്ക്ക് 1/2 മണിക്കൂർ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിൽ നിന്ന് നമ്മുടെ മേഖല എന്ന് പറഞ്ഞാൽ കല്യാൺ ബദ്ലാപൂർ വരെയുള്ള മേഖല. അപ്പോൾ ആ മേഖലയിൽ നിന്ന് 5 കുട്ടികൾ നമ്മുടെ തന്നെയായിരുന്നു. അപ്പോൾ ഒരു സമാജത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾ പരിപാടി അവതരിപ്പിച്ച സമാജവും നമ്മുടെ ആയിരുന്നു. അതിൽ നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ വെസ്റ്റിലെ കൃഷ്ണദേവും നവനീതും അതുപോലെ ഭുവിയും പരിപാടി അവതരിപ്പിച്ചപ്പോൾ ഈസ്റ്റിൽ നിന്ന് കൃഷ്ണയും അതുപോലെ ആയുഷ് രാജും പരിപാടികൾ അവതരിപ്പിച്ചു. അവരെ പിന്നീട് നമ്മൾ അനുമോദിച്ചു ഒരു പരിപാടി, നമ്മുടെ സ്വതന്ത്ര പരിപാടിയിൽ വെച്ച് അനുമോദിച്ചു. സമ്മാനങ്ങൾ നമ്മുടെ വൈസ് പ്രസിഡന്റാണ് സ്പോൺസർ ചെയ്തത്. വേറൊരു അപ്ഡേറ്റ് മലയാളം മിഷനെ കുറിച്ച് തന്നെ പറയാനുള്ളത്, മലയാളം മിഷന്റെ കഴിഞ്ഞ വർഷത്തെ 2024 പരീക്ഷയ്ക്ക് പഠനോത്സവം എന്നാണ് മലയാളം മിഷനിൽ പറയുന്നത്. ആ പഠനോത്സവത്തിന്റെ റിസൾട്ട് വന്നു. അപ്പോൾ വെസ്റ്റ് ക്ലാസ്സിൽ നിന്നും ലക്ഷ്മിയും അഹാനയും സൂര്യകാന്തി ലാറ്ററൽ എൻട്രി പരീക്ഷ പാസ്സായി. അതായത് കണിക്കുന്ന 2 വർഷത്തെ കോഴ്സാണ്. അത് പഠിച്ചിട്ട് എഴുതാം, അല്ലാതെ ചിലപ്പം വീട്ടിൽ നിന്ന് തന്നെ മലയാളം പഠിച്ച കുട്ടികളുണ്ടെങ്കിൽ ആ കോഴ്സ് കംപ്ലീറ്റ് ആവാതെ തന്നെ കണിക്കുന്ന പരീക്ഷ എഴുതി ഡയറക്റ്റ് അടുത്ത പരീക്ഷയാണ് സൂര്യകാന്തിക്ക് ക്വാളിഫൈ ചെയ്യുക. അതാണ് ലാറ്ററൽ എൻട്രി പരീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വെസ്റ്റിലുള്ള 2 കുട്ടികൾ അത് പാസ്സായി, ലക്ഷ്മിയും അഹാനിയും. അതുപോലെ ഈസ്റ്റിലുള്ള ആയുഷ് രാജ് നീലക്കുറിഞ്ഞിക്കുള്ള ലാറ്ററൽ എൻട്രി പരീക്ഷ പാസ്സായി. അതുപോലെ അശുതോഷ് സൂര്യകാന്തി പരീക്ഷയും പാസ്സായി. പിന്നീടുള്ള ഒരു അപ്ഡേറ്റ് മലയാളം മിഷനെ കുറിച്ച് തന്നെ പറയാനുള്ളത്, മലയാളം മിഷൻ വെസ്റ്റ് ക്ലാസിന്റെ നേതൃത്വത്തിൽ ഒരു വിനോദയാത്ര നമ്മൾ സംഘടിപ്പിച്ചു. ചോൺഗാവിലുള്ള ഹാർമണി വില്ലേജിലേക്കാണ് നമ്മൾ പോയത്. അപ്പോൾ എല്ലാ കുട്ടികളും അതിൽ പങ്കെടുത്തു. 9 കുട്ടികൾ വളരെ നന്നായി അത് എൻജോയ് ചെയ്തു. ഇങ്ങനെയുള്ള പരിപാടികൾ ആ ഒരു ക്ലാസ്സിലെ കുട്ടികളെ പരസ്പരം അടുപ്പിക്കുന്നതിനും മലയാളം മിഷനോടും മലയാളം പഠനത്തോടും കുട്ടികളുടെ താല്പര്യം വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും
അതുകൊണ്ടാണ് അങ്ങനെയുള്ള പരിപാടികൾ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. അത് മുന്നോട്ടുണ്ടാവും. പക്ഷേ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ കുട്ടികളെ ദയവ് ചെയ്ത് മലയാളം പഠിപ്പിക്കാൻ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരണം. ഇപ്പോൾ ഈസ്റ്റിലും വെസ്റ്റിലും ക്ലാസ് ഉണ്ട്, 4ഉം 5ഉം ടീച്ചർമാർ നമുക്ക് റെഡിയാണ്. അപ്പം മുടങ്ങാതെ തന്നെ ക്ലാസ്സുകൾ നടത്താൻ ഇപ്പോൾ നമുക്ക് സാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, കുട്ടികൾക്ക് മടുപ്പ് അനുഭവപ്പെടാത്ത രീതിയിലാണ് ഇതിൻ്റെ പഠന രീതി. ഒരു പഠന ഭാരവും ഇതിലൂടെ കുട്ടികൾക്ക് നമ്മൾ അടിച്ചേൽപ്പിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ കുട്ടികളെ മലയാളം മിഷൻ പഠനത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുവരണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, കഴിഞ്ഞ ഒരു മാസത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ ഇപ്രാവശ്യം കഴിഞ്ഞ ഞായറാഴ്ച മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിലെടുത്ത പ്രധാനപ്പെട്ട കുറച്ച് തീരുമാനങ്ങൾ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ സമാജം ഇപ്പോൾ നിൽക്കുന്ന ബിൽഡിംഗ് റീഡെവലപ്മെൻറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്, റീഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ബിൽഡറോട് നെഗോഷിയേറ്റ് ചെയ്യാനും നമുക്ക് അർഹതപ്പെട്ട സ്ക്വയർ ഫീറ്റ് നേടിയെടുക്കാനും നമ്മുടെ കമ്മിറ്റിയിൽ തന്നെ ഈ കാര്യത്തിൽ പരിജ്ഞാനമുള്ള 3 പേരുടെ ഒരു സബ് കമ്മിറ്റി രൂപീകരിച്ചു. അവരിനി ബിൽഡറുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് നമുക്ക് വേണ്ടുന്നതും പറ്റുമെങ്കിൽ കുറച്ചധികം സ്പേസും വാങ്ങിയെടുക്കാൻ ശ്രമിക്കും. പിന്നെ നമ്മൾ കഴിഞ്ഞ മീറ്റിങ്ങിൽ പറഞ്ഞ ഒരു കാര്യം മാട്രിമോണിയുടെ കാര്യമായിരുന്നു. അപ്പോൾ മാട്രിമോണിയുടെ കാര്യത്തിൽ, മാട്രിമോണി ഡാറ്റാബേസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ അടുത്ത് വരുന്ന നമ്മുടെ അംഗങ്ങളുടെ മക്കളായാലും അതുപോലെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരായാലും അവർക്ക് അവരുടെ ഡാറ്റ ഷെയർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കുക, അവരൊക്കെ പരസ്പരം കണക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു ഡാറ്റാബേസ്, ഒരു ഓൺലൈൻ ഡാറ്റാബേസാണ് നമ്മൾ മാട്രിമോണി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ നമുക്ക് ലയബിലിറ്റി ഒന്നും നമ്മളില്ല. അവരെ 2 പേരും കണക്ട് ചെയ്ത് കൊടുക്കുക, അവരുടെ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷനും കല്യാണം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഒരു പരസ്പരം തീരുമാനിക്കേണ്ടതാണ്. നമ്മളൊരു ഫെസിലിറ്റേറ്റർ എന്നുള്ള രീതിയിൽ മാത്രമേ നമ്മളത് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ അത് ഉടൻ തന്നെ തുടങ്ങാൻ നമ്മൾ തീരുമാനിച്ചു. അപ്പോൾ ഈ ഒരു 1-2 ആഴ്ചക്കുള്ളിൽ തന്നെ നമ്മളതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടത്തുന്നതാണ്. ഇനി ഈ കുടുംബ സംഗമത്തെക്കുറിച്ച് പറയാനുള്ളത്, നമ്മുടെ ഈസ്റ്റിലുള്ള, വെസ്റ്റിൽ ഇപ്പോൾ എല്ലാ മേഖലയിലും 3 മേഖലയായിട്ടാണ് നമ്മൾ തിരിച്ചിരുന്നത്. ഒന്ന് ബേലവലി മാഞ്ചേർലി ക്ലബ് ചെയ്തിട്ട് അതിൽ തന്നെ വാലവലി ഏരിയയും ഒക്കെ വരും. പിന്നെ നമ്മൾ ഹേന്ദ്രപ്പാടെ ഒരു ഏരിയ ആക്കി. ഹേന്ദ്രപ്പാട എന്ന് പറഞ്ഞാൽ രമേശ്വാടി റോഡ് വരെയുള്ളത്, രമേശ്വാടി റോഡിൻ്റെ വടക്ക് വശം വരെയുള്ള സ്ഥലം ഹേന്ദ്രപ്പാടയിൽ ഉൾപ്പെടുത്തി. പിന്നെ നമ്മൾ രമേശ്വാടി, അതായത് രമേശ്വാടി റോഡിൻ്റെ കിഴക്ക് വശം, ബാരേജ് റോഡ്, ആ സ്ഥലങ്ങളൊക്കെ, ടാറ്റ കോളനി റോഡ്, ആ സ്ഥലം രമേശ്വാടി, പിന്നെ ബദ്ലാപൂർ ഗാവും കൂടെ ക്ലബ് ചെയ്തിട്ട് ഒരു ഫാമിലി ഉണ്ടാക്കി. അങ്ങനെ 3 ഫാമിലി ഗ്രൂപ്പാണ് ഇപ്പോൾ വെസ്റ്റിലുള്ളത്. അപ്പോൾ വെസ്റ്റിൽ ഉള്ള ആൾക്കാരെല്ലാം തന്നെ ഈ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ ആയിട്ടുണ്ടാവണം. അങ്ങനെ അല്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക, നിങ്ങളെ ഈ ഗ്രൂപ്പുകളിലേക്ക് ആഡ് ചെയ്യാം. കാരണം വെസ്റ്റിലെ കുടുംബ സംഗമങ്ങൾ കഴിഞ്ഞു, ഇനി ഈസ്റ്റിലാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഈസ്റ്റിൽ നമ്മൾ 3 മേഖല ഇതുപോലെ വേർതിരിച്ചിട്ടുണ്ട്. അപ്പോൾ കത്രപ്പ് മേഖലയാണ് ഒരു മേഖല. അത് മോഹൻ പാംസ് റോഡിൻ്റെ വടക്ക് വശവും അതുപോലെ DP റോഡിൻ്റെ വടക്ക് വശവുമാണ് കത്രപ്പ് ഏരിയ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതേപോലെ മോഹൻ പാംസ് റോഡിൻ്റെ പിന്നെ തെക്ക് വശവും അതുപോലെ കർജത്ത് ഹൈവേയുടെ പടിഞ്ഞാറ് വശവും ഉള്ള ഏരിയയാണ് ഷിർഗാവ് എന്ന് പറയുന്ന മേഖലയായി നമ്മൾ തിരിച്ചിട്ടുള്ളത്. പിന്നെ ഇതുപോലെ തന്നെ കർജത്ത് ഹൈവേയുടെ കിഴക്ക് വശം, പിന്നെ റെയിൽവേ ട്രാക്ക്, നമ്മുടെ സ്റ്റേഷൻ, ശിവാജി ചൗക്ക്, ഗാന്ധി ചൗക്ക്, ഇതൊക്കെയുള്ള ഗാവ് ദേവി, സൽസർ, തലസർ നഗർ, ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് കുൽഗാവ് മേഖലയായി തിരിച്ചിട്ടുള്ളത്. പിന്നെ കർവായി മേഖലയാണുള്ളത്. കർവായി, ജോവേലി, പൊദ്ദാർ, ഇതൊക്കെ കൂടി ഈ കുൽഗാവിൻ്റെ കൂടെ തന്നെ ക്ലബ് ചെയ്തിരിക്കുകയാണ്. കാരണം കർവായി മേഖലയിൽ ഒരുപാട് മലയാളികൾ ഇല്ല എന്നുള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ കുൽഗാവ്, കർവായി ഒരു മേഖല, പിന്നെ ഷിർഗാവ് ഒരു മേഖല, പിന്നെ കത്രപ്പ് ഒരു മേഖല, അങ്ങനെ 3 മേഖല. അപ്പോൾ നമ്മൾ അതിനും ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ 3 മേഖലയ്ക്കും. അപ്പോൾ നിങ്ങളെല്ലാവരെയും, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കും. ഇനി അങ്ങനെ ഉൾപ്പെടാത്തവരുണ്ടെങ്കിൽ, ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ ഈസ്റ്റില്. അപ്പോൾ 1-2 ആഴ്ചക്കുള്ളിൽ, മാർച്ച് അവസാനമാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. മാർച്ച് അവസാനത്തിനുള്ളിലെങ്കിലും നിങ്ങളെല്ലാവരും ഈ ഒരു ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെട്ടിരിക്കണം. അപ്പോൾ അതായത് മാർച്ച് അവസാനത്തോടെ നമ്മുടെ സമാജത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള എല്ലാവരും ഏതെങ്കിലും ഒരു ഫാമിലി ഗ്രൂപ്പിലും അംഗമായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ നമ്മളെ അറിയിക്കാം. ഓക്കെ, അത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുടുംബങ്ങൾ തമ്മിലുള്ള മത്സരങ്ങളും കാര്യങ്ങളൊക്കെ ആയി പല ആക്ടിവിറ്റീസും നമുക്ക് സംഘടിപ്പിക്കാൻ സാധിക്കും. ഇതൊരു പ്രൈമറി സ്റ്റെപ്പാണ് അതിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഒന്ന് പറയാനുള്ളത്, നമ്മുടെ കുറേ വർഷങ്ങളായി
നമ്മളെ സമാജത്തിന് കളക്ട് ചെയ്യാനുള്ള വെൽഫെയർ ഫണ്ടും അതുപോലെ സബ്സ്ക്രിപ്ഷൻ കളക്ട് ചെയ്തിട്ടില്ല. കുറേ പേര് അത് AGM വരുന്നവരൊക്കെ അത് ക്ലിയർ ആക്കാറുണ്ട്. പക്ഷെ കുറേ പേർക്ക് സ്ഥിരമായി AGM വരാൻ സാധിക്കാറില്ല. അതുപോലെ തന്നെ നമ്മൾ അങ്ങോട്ട് പോയി കളക്ട് ചെയ്ത എല്ലാവരുടെ അടുത്തും കളക്ട് ചെയ്യാനും ചെന്നിട്ടില്ല. അപ്പൊ അത് ഈ ഒരു മാസം മാർച്ച് കാരണം മാർച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സാമ്പത്തിക വർഷം കൂടി കിടക്കുകയാണ്. അപ്പോൾ ആ ഡ്യൂ എമൗണ്ട് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ മാർച്ച് മാസം നിങ്ങൾ എല്ലാവരും പരമാവധി ദയവ് ഇതൊരു ഹമ്പിൾ റിക്വസ്റ്റ് ആണ്, നിങ്ങളുടെ ഡ്യൂസ് ഒക്കെ ക്ലിയർ ചെയ്യുക. നമ്മളുടെ ആൾക്കാർ, കമ്മിറ്റി അംഗങ്ങളും മറ്റു വളണ്ടിയർമാരും നിങ്ങളെ സമീപിക്കുന്നതായിരിക്കും. ഇനി അഥവാ സമീപിച്ചില്ലെങ്കിലും നിങ്ങൾ ഇങ്ങോട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ഡ്യൂസ് ക്ലിയർ ചെയ്യുക. അത് നമ്മളൊരു കോമൺ ഗ്രൂപ്പിൽ നമ്മളത് അപ്ഡേറ്റ് ചെയ്യുന്നില്ല, കാരണം അത് ഇത് ഇന്നയാക്കുന്ന ഡ്യൂസ് ഉണ്ട് എന്നൊരു പൊതുവേദിയിൽ പറയുന്നത് മോശമല്ലേ. നിങ്ങളുടെ ആരുടെങ്കിലും ഡ്യൂസ് എത്രയാണെന്ന് അറിയണമെങ്കിൽ ഒന്നിക്ക് എന്നെ വിളിക്കുക, അല്ലെ സെക്രട്ടറി സാർ, നമ്മുടെ കമ്മിറ്റി അംഗങ്ങൾ ആരെ വിളിച്ചാലും മതി. ഓക്കെ. പിന്നെ അവസാനമായിട്ട് പറയാനുള്ളത്, ഞാൻ നേരത്തെ സാഫിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു. ഇവിടെ ഒരു മലയാളി അധ്യാപകന് സംഭവിച്ച ഒരു ദുരവസ്ഥയാണ് നമ്മൾ ഇവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ബദ്ലാപൂരിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. അദ്ദേഹത്തിൻ്റെ സാമ്പത്തികമായി അദ്ദേഹം കുറച്ച് നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള സ്ഥിതിയിലല്ലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെതിരെ ആ സ്കൂളിൽ അദ്ദേഹം പഠിപ്പിക്കുന്നത് 9-10 ക്ലാസ്സിലാണെങ്കിലും 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി അദ്ദേഹത്തിനെതിരെ പോസ്കോ കേസ് കൊടുക്കുകയും മാത്രമല്ല ആ കുട്ടി ദളിത് വിഭാഗത്തിൽ പെടുന്നതായതുകൊണ്ട് ദളിത് അട്രോസിറ്റി ആക്ട് പ്രകാരം കേസ് കൊടുക്കുകയും അദ്ദേഹം അങ്ങനെ ജയിലിലാക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. അദ്ദേഹം ഒരു മലയാളിയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ കൂടിയില്ല, ഡിവേഴ്സിയാണ്. പക്ഷെ 2 പെൺകുട്ടികളുണ്ട്. ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്നതും 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 കുട്ടികളും ഒരു വയസ്സായ അമ്മയാണ് ഇവരുടെ വീട്ടിലുള്ളത്. അപ്പോൾ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷെ അത് പോലീസും കോടതിയും അതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നത് വരെ ഈ ഒരു കുടുംബത്തിന്റെ അവസ്ഥ വളരെ മോശമാണ്. കാരണം ആ പെൺകുട്ടികളും അമ്മയും മാത്രമേ ഉള്ളൂ, വേറെ ബന്ധുക്കളൊന്നും അവർക്ക് സഹായിക്കാനില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ പ്രൈമ ഫേസി അവളുടെ ക്ലാസ്സിലെ മറ്റു കുട്ടികളുടെയൊക്കെ അവരൊക്കെ നമ്മൾ സമീപിച്ചിരുന്നു. അപ്പോൾ അവരൊക്കെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും അതുപോലെ തെളിവെടുക്കാൻ പോലീസിനെ സഹായിക്കുകയൊക്കെ നമ്മൾ ചെയ്തിരുന്നു. അപ്പം ആ അനുഭവത്തിൽ നിന്ന് അവരുടെയൊക്കെ അനുഭവം പറയുന്നത് ഇദ്ദേഹം അങ്ങനെ ചെയ്തിരിക്കാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അത് തീരുമാനിക്കേണ്ടത് കോടതിയാണ്. നമുക്കവിടെ കോടതിയുടെ തീരുമാനം വരുന്നത് വരെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ അതുവരെ നമുക്ക് ആ കുടുംബത്തെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ അവരെ സഹായിക്കാൻ പലരും ഓൾറെഡി മുന്നോട്ട് വന്നു, പലരും പല സഹായങ്ങളും ചെയ്തു. നമ്മുടെ സമാജത്തിലെ ആൾക്കാർ തന്നെ, നമ്മുടെ നേതൃത്വത്തിൽ തന്നെ അവർക്ക് 1.5 മാസം ആവശ്യമുള്ള പലചരക്ക് സാധനങ്ങൾ നമ്മൾ കൊണ്ടു കൊടുത്തു. അതുപോലെ ഈ ഒരു മാസത്തെ വാടക നമ്മളുടെ ഒരു വളണ്ടിയർ കൊടുത്തു. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. സമാജത്തിന്റെ ഫണ്ട് ഇതുവരെ അതിന് ഉപയോഗിച്ചിട്ടില്ല. നമ്മുടെ അഭ്യുദയകാംക്ഷികളായ ആൾക്കാരും നല്ല സന്മനസ്കരായ മലയാളികളും അതുപോലെ തന്നെ ഈ ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഫിറ്റ്നസ് ക്ലബ് ഉണ്ട്. ആ ഫിറ്റ്നസ് ക്ലബിലെ ആൾക്കാരും ആ കുടുംബത്തെ സഹായിക്കുന്നുണ്ട്. വേണ്ടി വന്നാൽ, അതായത് ഈ പ്രശ്നം നീണ്ടു നിൽക്കുകയാണ്, ആ കുടുംബത്തിന്റെ അവസ്ഥ വളരെ മോശമായി തുടരുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെത്തേക്കും ഒരു സഹായമായി നമുക്ക് വരേണ്ടി വരും. പക്ഷെ ഇപ്പം ഏതായാലും ആ അവസ്ഥയില്ല. അങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ നിങ്ങളെ അറിയിക്കാം. അതുപോലെ ഒരു കാര്യം ഇനി പറയാനുള്ളത് സ്ത്രീശക്തിയുടെ കാര്യമാണ്. സ്ത്രീശക്തിയുടെ മീറ്റിംഗ് ഈ മാസത്തെ കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ അവരുടെ അപ്ഡേറ്റ് വേറെ വരും. സ്ത്രീശക്തി അടുത്ത ആഴ്ച തന്നെ ഈ ഒരു ഫ്ലോർ മാറ്റ് മേക്കിംഗ് ട്രെയിനിങ് തുടങ്ങാൻ പോവുകയാണ്. സമാജത്തിൻ്റെ ഓഫീസിൽ വെച്ചിട്ട് തന്നെയായിരിക്കും അത് തുടങ്ങുന്നത്. അപ്പോൾ അതിന് രജിസ്ട്രേഷനായിട്ടൊരു 200 രൂപ കൊടുത്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യണം. അതിനുവേണ്ടി സമാജത്തിൻ്റെ കൺവീനർ രാഖി ബിനീഷിനെയാണ് നിങ്ങൾ ബന്ധപ്പെടേണ്ടത്. അതുപോലെ വിമൻസ് ഡേ ആഘോഷവും നടത്താൻ നമ്മുടെ സ്ത്രീശക്തി തീരുമാനിച്ചിരിക്കുകയാണ്. മാർച്ച് 30-നാണ് അത് നടത്തുന്നത്. അതിൻ്റെ വെന്യൂവും കാര്യങ്ങളൊക്കെ അവർ അടുത്ത ആഴ്ച അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ വനിതാ ദിനത്തിന് പരിപാടി അവതരിപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ഡാൻസോ പാട്ടോ മറ്റെന്തെങ്കിലും പരിപാടിയോ അവതരിപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനും നിങ്ങൾ സ്ത്രീശക്തിയുടെ അംഗങ്ങളുമായിട്ട് ബന്ധപ്പെടുക. അത് രാഖി ബിനീഷിനെയോ അതോ ഇന്ദിരാ പ്രഭാകരൻ, നമ്മുടെ ചെയർമാൻ ഇന്ദിരാ പ്രഭാകരനെയോ അല്ലെ മറ്റ് സ്ത്രീശക്തിയുടെ കമ്മിറ്റി അംഗങ്ങളെയോ നിങ്ങൾ ബന്ധപ്പെടുക. അതാണ് സ്ത്രീശക്തിയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ
ഈ മാസം ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ പറഞ്ഞതുപോലെ കുടുംബ സംഗമം നമുക്ക് ഈസ്റ്റിലെത്തുന്നതിന് ബാക്കിയുണ്ട്. നിങ്ങളെല്ലാവരും ഈ ഒരു ഗ്രൂപ്പുകളിലേക്ക് ചേരുക. അതുപോലെ വെസ്റ്റിലുള്ളവർ ആരെങ്കിലും കുടുംബ ഗ്രൂപ്പുകളിൽ അംഗമാകാത്തവരുണ്ടെങ്കിൽ അറിയിക്കുക, നിങ്ങളെ അംഗമാക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.